ദേശാഭിമാനി ഒരു ചെറിയ സന്തോഷത്തിലാണ്. കാരണം ശബരിമല സ്വർണ്ണമോഷണം കണ്ഠര് രാജീവര് ജയിലിൽ, അത്രേ പറയുന്നുള്ളൂ. കണ്ഠര് രാജീവര് ജയിലിൽ. എന്നിട്ട് ഇതിന്റെ വാർത്തയുടെ തുടക്കം എങ്ങനെയാണെന്ന് അറിയോ? ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ വ്യക്തമായ പങ്ക് കണ്ടെത്തിയതിനെ തുടർന്ന്, മനസ്സിലാക്കണേ, അതായത് നേരത്തെ ഇവരുടെ സഖാക്കന്മാര് പത്മകുമാറും വാസുവും വിജയകുമാറും ഒക്കെ അറസ്റ്റിലായപ്പോ ഇങ്ങനൊരു വാചകം ദേശാഭിമാനി പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പൊ തന്ത്രി അകത്തായപ്പോ പറയുന്നത് ശബരിമല സ്വർണ്ണമോഷണ കേസിൽ വ്യക്തമായ പങ്ക് കണ്ടെത്തിയതിനെ തുടർന്നിട്ടാണ് തന്ത്രി അകത്തായത്. അപ്പൊ വാസു അകത്തായതോ പത്മകുമാർ അകത്തായതോ വ്യക്തമായ പങ്ക് കണ്ടെത്താതെ. അതുകൊണ്ടാണല്ലോ പുറത്താക്കാത്തത്, അതുകൊണ്ടാണല്ലോ പാർട്ടി നടപടി എടുക്കാത്തത്. പത്മകുമാറിനെതിരെ പാർട്ടി എന്തുകൊണ്ട് നടപടി എടുത്തില്ല? ഈ ഗോവിന്ദനും പിണറായിയും ഒക്കെ പറയുന്നത് എന്താണ് ഇവരുടെ പങ്ക് എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. ഈ കൊള്ളയിൽ എന്താണ് ഇവരുടെ പങ്ക് എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെടട്ടെ. പക്ഷെ തന്ത്രിയുടെ കാര്യത്തിൽ ബോധ്യപ്പെട്ടു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തന്ത്രിയെ കുരുതി കൊടുക്കുകയാണ്. തന്ത്രിയും പോറ്റിയും ചിലർ ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് നടന്ന തട്ടിപ്പാണ് എന്ന് പറയാതെ പറയുകയാണ് ദേശാഭിമാനി പത്രം. അതാ പറയുന്നത്, ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ വ്യക്തമായ പങ്ക് കണ്ടെത്തിയതിനെ തുടർന്ന് തന്ത്രി കുടുംബാംഗം കണ്ഠര് രാജീവര് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. കേരളകൗമുദി പറയുന്നത് ദൈവതുല്യനും അകത്ത് എന്നാണ്. ദൈവതുല്യനും അകത്ത്. കാരണം ഈ ദൈവതുല്യര് പത്മകുമാർ പറഞ്ഞിരുന്നല്ലോ, ദൈവതുല്യരായി കരുതിയിരുന്ന ആൾക്കാരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന്. അപ്പൊ ദൈവതുല്യനും അകത്ത്. സ്വർണ്ണക്കൊള്ളയിൽ പറഞ്ഞുകൊണ്ട് വരുന്ന മന്ത്രി ഇതാണ്. കാരണം മന്ത്രി അറിയാത്തതൊന്നും നടക്കില്ല എന്ന് നമ്മുടെ നാവിൻ തുമ്പത്തിരുന്ന് അയ്യപ്പൻ ഇങ്ങനെ പറയുകയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ മന്ത്രി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. മന്ത്രി ഇതിന്റെ പിന്നിലുണ്ട്, വളരെ കൃത്യമാണ്. അപ്പൊ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവര് 13ാം പ്രതി. കൊള്ളയ്ക്ക് തന്ത്രിയുടെ മൗനാനുവാദം അടുത്തതാര് ഉടൻ അറിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ വാർത്തയിൽ പറയുന്നത് തന്ത്രിയുടെ അറസ്റ്റോടെ സ്വർണ്ണക്കൊള്ള കേസിൽ അടുത്തത് ആര് എന്നത് ആകാംക്ഷ. ഉന്നതരായ ചിലർ ഇനിയും പിടിയിലാവാനുണ്ടെന്ന് SIT പറയുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനേക്കാളും വലിയ ഉന്നതര് ഇനി അറസ്റ്റിലാകുന്നത് കടകംപള്ളിയാണ്. കടകംപള്ളി കഴിഞ്ഞാൽ വാസവനാണ്. അതും കഴിഞ്ഞാൽ കാരണഭൂതമാണ്. ഇതൊക്കെ നടക്കുമോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നടക്കാനൊരു സാധ്യതയില്ല. പക്ഷെ കേരളകൗമുദി പറയുന്നു അടുത്തതാര് ഉടൻ അറിയാമെന്നാണ് പറയുന്നത്. ഏതായാലും നോക്കാം നമുക്ക്. EDയും കേസെടുത്തു എന്നുള്ള വാർത്തയുമുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ സ്വർണ്ണ കൊള്ള സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ എന്താ പറയാ വിവരങ്ങൾ നമ്മുടെ പത്രങ്ങൾ കൊടുത്തത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം നേരത്തെ കേരളകൗമുദി പറഞ്ഞ പോലെ മറ്റു പത്രങ്ങളുടെ ഉള്ളിൽ, മനോരമയുടെ ഉള്ളിലൊക്കെ ഉണ്ട് ഇനി അടുത്തതാര് എന്നുള്ള ചോദ്യമുണ്ട്. അടുത്തതാര് എന്നുള്ള ചോദ്യം പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. പക്ഷെ അത്രമാത്രം പ്രതീക്ഷ വേണ്ട എന്നും മനസ്സ് പറയുന്നു. കാരണം നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഈ കേസ് അന്വേഷിക്കുന്നത് പിണറായിയുടെ പോലീസാണ്. ഹൈക്കോടതിയുടെ എന്താ പറയാ നേതൃത്വത്തിലാണ്. ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടമുണ്ട് എന്നുള്ളതൊക്കെ ശരിയല്ലേ. പക്ഷേ ഇത് അന്വേഷിക്കുന്ന കൂട്ടം എന്ന് പറയുന്നത് പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പെണ്ണുപിടിയനായ P ശശി നിയന്ത്രിക്കുന്ന പോലീസുകാരാണ്. അവരുടെ എന്താ പറയാ അവരുടെ ഇടപെടലുകളൊക്കെ വളരെ കൃത്യമായി പിണറായി നിയന്ത്രിക്കുന്നുണ്ട്, P ശശി നിയന്ത്രിക്കുന്നുണ്ട്, സഖാക്കൾ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേസ് ഈ വിധം ഇഴഞ്ഞിഴഞ്ഞ് പോവുകയും ഈ കടകംപള്ളിയെ പിടിക്കുന്നതിന് മുമ്പ് അല്ലെ, ഇതിനൊക്കെ ഏറ്റവും പ്രാഥമികമായി പിടിക്കേണ്ട ആൾ കടകംപള്ളിയാണ്. ആ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കേസ് തീർച്ചയായും വഴിമാറ്റിവിടാനും കേസ് പൂട്ടിക്കെട്ടാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എങ്ങനെ കരുതുന്നു എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ, എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.